പുന്നപ്രയിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ വീട്ടമ്മയുടെ വയറ്റിൽ 5 വർഷത്തിനു ശേഷം ശസ്ത്രക്രിയാ ഉപകരണം കണ്ടെത്തിയതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസ് ഇന്ന് മാർച്ച് നടത്തും. മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പിനും പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. അതേസമയം പുന്നപ്ര സ്വദേശി ഉഷ ജോസഫ് കൊച്ചി അമൃത ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ്. ശരത് എസ് ആദിൽ പാലോടും ചേരുന്നു. ആദിൽ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ കേട്ടതാണ് ആ വീട്ടമ്മയുടെ വേദന, അവർ എത്രത്തോളമാണ് 5 വർഷമായി അനുഭവിക്കുന്നത് എന്നുള്ള കാര്യം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അമൃത ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഉഷയെ എന്നറിയുന്നു. ഒപ്പം വലിയ പ്രതിഷേധവും ഉയരുന്നുണ്ട് ഈ വിഷയത്തിൽ. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. വർഷങ്ങളായി വേദന തിന്ന് കഴിയുകയാണ് ഉഷ എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ കേരളം ഞെട്ടലോടെ അറിഞ്ഞ വാർത്ത. ഇന്നിപ്പോൾ അതിനൊരു ആശ്വാസം ഉണ്ടാകാൻ പോകുന്നു എന്നതാണ്. ഇന്നലെ രാത്രിയോടെ തന്നെ ഉഷയെ കൊച്ചിയിലുള്ള അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരുന്നു. ഞാനിപ്പോൾ അമൃത ആശുപത്രിയിലാണ് ഉള്ളത്. അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് ഇന്ന് 10 മണിയോടുകൂടി ഇതിൽ സീനിയർ ഡോക്ടർമാരെത്തും. സീനിയർ ഡോക്ടർമാരെത്തി വിശദമായൊരു കൂടിയാലോചന ഉണ്ടാകും, എങ്ങനെയാണിത് കൈകാര്യം ചെയ്യേണ്ടത് എന്ന്. അതിനുശേഷമാകും ഒരു തീരുമാനത്തിലേക്ക് പോവുക എന്നാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. ഏതായാലും നിർണായകമായൊരു സങ്കീർണമായ ശസ്ത്രക്രിയ ഇന്ന് നടക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഗാസ്ട്രോ വിഭാഗത്തിലാണ് ഇവിടെ ഉഷയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഉഷയുടെ ഭർത്താവ് ഇവിടെ ഉണ്ട്. ചേട്ടാ, എന്തെങ്കിലും സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആണോ? ഈ മകനാണ് കൂട്ടിരിപ്പുകാരനായി മുകളിലുള്ളത്. ഏതായാലും ഇത് സംബന്ധിച്ച് ഇന്ന് ഒരു തീരുമാനമുണ്ടാകും. വർഷങ്ങളായി വേദന തിന്ന് കഴിയുകയാണ് ഉഷ എന്ന് നമുക്കറിയുന്നതാണ്. ഇന്നലെയാണ് ആ വിവരം പുറത്തു വരികയും ചെയ്തത്. ഉഷയുടെ ശസ്ത്രക്രിയ ഇന്ന് നടക്കും. വിദഗ്ധ ഡോക്ടർമാരുടെ ഒരു സംഘം രൂപീകരിച്ച് ഇത് സംബന്ധിച്ചുള്ളൊരു പരിശോധനയുണ്ടാകും. അതിനുശേഷമാകും ഈ ശസ്ത്രക്രിയ നടപടികളിലേക്ക് കടക്കുക എന്നാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നോക്കൂ, ഉഷ ആദ്യത്തെ ഇരയല്ല. ഈ ചികിത്സാ പിഴവിൽ തുടരെ ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. 5 വർഷമാണ് വേദന സഹിച്ച ഉഷയുടെ ജീവിതം മുന്നോട്ട് പോയത്. ഇന്നത്തെ ഈ ശസ്ത്രക്രിയയിലൂടെ ഈ വേദനയിൽ നിന്ന് മുക്തമാവും എന്നുള്ള പ്രതീക്ഷയാണ് കുടുംബത്തിനും ഉഷയ്ക്കുമുള്ളത്. ശരത് എസ് കൂടി വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശരത്, എന്തായാലും ഈ വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് വിവിധ സംഘടനകളുടെയും കുടുംബത്തിന്റെയും തീരുമാനം. എന്തായാലും മുഖ്യമന്ത്രിക്ക് ഇതിൽ പരാതി നൽകും. പ്രതിപക്ഷമൊപ്പം പ്രതിഷേധം തുടരും. എങ്ങനെയാണ് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് ഇന്ന് പ്രതിഷേധ മാർച്ച് ഉണ്ടെന്ന് അറിയാൻ സാധിക്കുന്നു. എങ്ങനെയാണ് പ്രതിഷേധ പരിപാടികൾ രൂപീകരിച്ചിട്ടുള്ളത്? നിലവിൽ ഇന്ന് ശക്തമായ പ്രതിഷേധത്തിലേക്ക് തന്നെ വിവിധ രാഷ്ട്രീയ സംഘടനകൾ കടക്കും എന്ന് വേണം പറയാൻ. രാവിലെ കോൺഗ്രസിന്റെയും ഒപ്പം യൂത്ത് കോൺഗ്രസിന്റെയും പ്രതിഷേധ മാർച്ചുകളുണ്ട്. രാവിലെ 10 മണിക്കാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തുക. ഒപ്പം യൂത്ത് കോൺഗ്രസ് നേതാക്കളും രാവിലെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് അറിയിച്ച് ഇന്നലെ ബന്ധപ്പെട്ടിരുന്നു. ഒപ്പം ഇന്നലെ രാത്രി തന്നെ വിവിധ നേതാക്കൾ, അതായത് CPM-ന്റെയും കോൺഗ്രസിന്റെയും BJP-യുടെയും ഒക്കെ നേതാക്കൾ തന്നെ ഈ വീട്ടിലെത്തി സന്ദർശനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. CPM-ന്റെ H. സലാം MLA ആയിരുന്നു കുടുംബാംഗങ്ങളെ ഈ സംഭവം വാർത്തയായതിന് തൊട്ടു പിന്നാലെ വന്ന് സന്ദർശിച്ചത്. ഒപ്പം പിന്തുണ അറിയിക്കുകയും വേണ്ട ചികിത്സാ സൗകര്യങ്ങൾ അടിയന്തരമായി ഒരുക്കാനുള്ള ഇടപെടൽ നടത്തുമെന്നടക്കം പറഞ്ഞിരുന്നു. പിന്നാലെ KC വേണുഗോപാലും ഈ സംഭവത്തിന് പിന്നാലെ ഇടപെടുകയും ഉടൻ തന്നെ ഇവരെ അമൃത ആശുപത്രിയിലേക്ക് വേണ്ട ചികിത്സ ഒക്കെ തന്നെ ഒരുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും KC വേണുഗോപാൽ ഇടപെട്ടതിനെ തുടർന്നാണ് പിന്നീട് അമൃത ആശുപത്രിയിലൊക്കെ തന്നെ ഇന്നലെ രാത്രി തന്നെ, അതായത് നമുക്കറിയാം രാത്രി വൈകിയ വേളയിലാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നതും. പിന്നീട് ഇന്നലെ രാത്രി തന്നെ ആംബുലൻസ് മുഖേന അത്തരത്തിൽ എറണാകുളത്തേക്ക് കൊണ്ടുപോവുകയും ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തത്. എന്തായാലും ഈ വിഷയം വലിയ രാഷ്ട്രീയ വിവാദം കൂടി ആകും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ സംഘടനകൾ ഇത് വലിയ വിഷയമായി ഉയർത്തും. നമുക്കറിയാം നേരത്തെ അർച്ചനയുടെ വിഷയത്തിൽ തന്നെ വിവിധ തവണ സമരങ്ങളൊക്കെ തന്നെ നടന്നിരുന്നു. പക്ഷേ പിന്നീട് ഒരു തീരുമാനത്തിലേക്കോ അവർക്ക് ആശ്വാസകരമാവുന്നൊരു മറുപടിയിലേക്കോ തന്നെ കാര്യങ്ങൾ എത്തിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവർ പ്രതിഷേധം അവിടങ്ങളൊക്കെ തന്നെ പ്രതിഷേധം തുടരുന്നുണ്ട്. ആ രീതിയിൽ സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ആലപ്പുഴയിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായത്, അതായത് കത്രിക വയറ്റിൽ കുടുങ്ങിയ സംഭവം ആലപ്പുഴയിലും ഉണ്ടായതോടുകൂടി തന്നെ ഈ 2 വിഷയങ്ങളെ കൂടി പുറത്തിറക്കി, അല്ലെങ്കിൽ അതുപോലെ തന്നെ സമാനമായ രീതിയിൽ ഒരു പ്രധാന വിഷയമായി ഉന്നയിച്ച് ആരോഗ്യവകുപ്പിനെതിരെ സമരം ശക്തമാക്കുമെന്ന കാര്യത്തിൽ എന്തായാലും സംശയമില്ല. ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ തന്നെ, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ജില്ലയിലെ ഈ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് രാവിലെ 10 മണിക്ക് എത്തും. ഒപ്പം ആശുപത്രിയിലേക്കുള്ള മാർച്ചും ശക്തമായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ആശുപത്രിക്ക് ഗുരുതരമായ വീഴ്ച ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. 2021 ഇത്തരത്തിലൊരു ചികിത്സ നടക്കുന്നത്.
ഒരു സർജറി നടക്കുന്നത്. പിന്നീട് 5 വർഷം ഇതിന്റെ വേദനയും പ്രയാസങ്ങളും കൊണ്ട് ഈ ഇത്തരത്തിൽ ഉഷ കഴിഞ്ഞുകൂടേണ്ട സാഹചര്യം വന്നു. ജോലിക്ക് പോലും പോകാൻ കഴിഞ്ഞില്ല എന്നടക്കം അവർ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല പ്രാഥമിക കൃത്യം പോലും നിർവഹിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള പ്രയാസങ്ങൾ അവർ ഇതിനിടയിൽ നേരിട്ടു. കഴിഞ്ഞ ദിവസം മൂത്രത്തിൽ കല്ല് എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പോവുകയും പിന്നീട് അതിന്റെ ചികിത്സ നടത്തുകയും ചെയ്തത്. ഇത്തരം ഒരു ചികിത്സയിലും സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് പിന്നീട് ഇതിന്റെ സ്കാനിങ്ങും മറ്റ് പരിശോധനകളും നടത്തിയത്. ആ റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ കത്രിക വയറ്റിൽ, അതായത് കത്രികയുടെ ദൃശ്യങ്ങൾ സ്കാനിംഗ് റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാണ്. അതായത് എക്സ്റേയിൽ തന്നെ വ്യക്തമായി കാണാൻ സാധിക്കും. കത്രിക അറ്റം വളഞ്ഞ കത്രികയാണ്, ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന കത്രികയാണ്. ഏറ്റവും ഒടുവിൽ ഇവർ 2021 ശസ്ത്രക്രിയ നടത്തിയതെന്നും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ വീഴ്ചയാണ് എന്നുള്ളത് ഇന്നലെ MLA ഉൾപ്പെടെ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൽ വീഴ്ചയുണ്ടത് വ്യക്തമാണ്, ഇത്തരത്തിൽ നേരിട്ട് കാണാൻ പോലും സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വീഴ്ചയുണ്ട് എന്ന കാര്യം MLA ഉൾപ്പെടെ എന്തായാലും വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ കുടുംബത്തിന്റെ ആവശ്യം ഇതിൽ അവർക്ക് നഷ്ടപരിഹാരം വേണം, വേണ്ട അടിയന്തര ചികിത്സ, മറ്റ് നടപടികളൊക്കെ തന്നെ സർക്കാർ തന്നെ സ്വീകരിക്കണം. അതേസമയത്ത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ തുടർ ചികിത്സയ്ക്ക് അവർക്ക് താല്പര്യമില്ല എന്ന് അവർ ഇന്നലെ തന്നെ പ്രതിഷേധമുണ്ടാകുന്നു എന്നതിനപ്പുറത്തേക്ക് ആ വീട്ടമ്മ അനുഭവിച്ച നരകയാതനയ്ക്ക് അവസാനമാകുമോ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ശരത്താണ് വിവരങ്ങൾ നൽകിയത്.